ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എപ്പോഴും ഒരുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഏറ്റവും തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് ഗീ റോസ്റ്റ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ അരി അരക്കാനോ അല്ലെങ്കിൽ ഉഴുന്നരക്കാനൊന്നും നിൽക്കണ്ട. അതുപോലെ മാവ് തലേ ദിവസം അരച്ച് വെക്കും വേണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. നമ്മൾ അരി അരച്ച അതുപോലത്തെ ടേസ്റ്റും ആണ് കേട്ടോ ഈ ഒരു ദോശയ്ക്ക്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞിട്ടുള്ള അടിപൊളി ഗീ റോസ്റ്റ് ആണ്. ഇത് നമ്മൾ റവ വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് പൊടിച്ചിട്ട് വേണം എടുക്കാനും. മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള റവ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അതേ അളവിൽ 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചോറ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങൾക്ക് പുളിയുള്ളതോ പുളിയില്ലാത്തതോ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അളവിലാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശമാവ് റെഡിയായി. അപ്പോൾ നമ്മൾ സാധാരണ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ പരുവത്തിലാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിന് പുളിപ്പിക്കാനോ അല്ലെങ്കിൽ പൊങ്ങാനായിട്ടൊന്നും മാറ്റി വെക്കണ്ട. അപ്പോൾ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ. അതിനായിട്ട് പാൻ ചൂടാക്കിയിട്ട് ഇതുപോലെ ഒരു തവി മാവ് തിന്നായിട്ട് പരത്തിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊക്കെ തൂവിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി റവ ദോശ, അതായത് റവ കൊണ്ടുള്ള നെയ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ. ടേസ്റ്റിൽ ഒരു മാറ്റമില്ല. അതിനേക്കാളും ഒന്നുകൂടി നല്ല ക്രിസ്പി ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു ദോശ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്